പുതുച്ചേരി എന്ന് തമിഴിൽ വിളിക്കുന്ന പോണ്ടിച്ചേരിയിലാണ് ഒരു സായന്തനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരെ എത്തിയത് റോക്ക് ബീച്ചിലേക്കാണ്. സൂര്യൻ കടലിൽ മുങ്ങിത്താഴുന്നേ ഉള്ളൂ. ബീച്ചിൽ ഇരുട്ട് വീണുകൊണ്ടിരിക്കുന്നു. പ്രൊമനേഡ് ബീച്ച് എന്നും ഈ ബീച്ചിന് പേരുണ്ട്. ഫ്രഞ്ചുകാർ പ്ലേർ ഡി ലാ പ്രൊമനേഡ് എന്ന് വിളിച്ചിരുന്നു. ബംഗാൾ ഉൾക്കടലിലെ 1.5 കിലോമീറ്റർ നീളമുള്ള ഈ ബീച്ച് അതിമനോഹരമാണ്. ഒരു പഴയ കടൽപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ബീച്ചിൽ കാണാം. കമിതാക്കൾക്ക് വളരെ പ്രിയങ്കരമാണ് ഈ ബീച്ച്. മനോഹരമായ കടലിലേക്ക് പ്രണയിനിയുടെ കയ്യും പിടിച്ചിറങ്ങിപ്പോകാൻ ആർക്കും കൊതി തോന്നും. തിരമാലകൾ നിങ്ങളിൽ ആഹ്ലാദം നിറയ്ക്കും. കടലിൻ്റെ ആ കാൽപ്പനികതയിൽ നിന്നും കരയുടെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോരേണ്ടെന്ന് തോന്നും. വളരെയധികം റൊമാൻറ്റിക്കാണ് ഇവിടം. റോക്ക് ബീച്ചിനോട് ചേർന്ന തെരുവുകൾ ഇരുട്ടായാൽ സജീവമാകും. അതൊരു ഫുഡ് സ്ട്രീറ്റായി മാറും. ഗ്രിൽ ചെയ്ത ഫിഷും ചിക്കനും കബാബുമെല്ലാം തിന്നുകൊണ്ട് ഈ തെരുവിലൂടെ നടക്കാൻ ഏത് ഫുഡിയും കൊതിക്കും. പോണ്ടിച്ചേരിയിലെ രാവുകൾ നീണ്ടതാണ്. നമ്മൾ ഈ രാത്രി നടത്തം അവസാനിപ്പിക്കുകയാണിപ്പോൾ. ഇനി രാവിലെ പോണ്ടിച്ചേരിയിലെ അതേ വൈറ്റ് ടൗണിൽ നിന്നാണ് ഇന്നത്തെ പ്രഭാതം ആരംഭിക്കുന്നത്. പോണ്ടിച്ചേരിയിലെ പ്രഭാതം വളരെ വൈകി മാത്രം സജീവമാകുന്ന തെരുവുകളാണ് പോണ്ടിച്ചേരിയിലുള്ളത്. ഉറങ്ങാൻ വൈകുന്ന തെരുവുകൾ ഉണർന്നു തുടങ്ങുന്നേയുള്ളൂ. ഫ്രഞ്ച് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ. ഈ ഹംപിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കൽരഥത്തിന് മുന്നിൽ നിന്ന് ഒരു 50 രൂപയുടെ നോട്ടും പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് പോലെ ഈ മഞ്ഞ കെട്ടിടങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും പോണ്ടിയിലെത്തിയാൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ക്ലീശയാണെങ്കിലും. വൈകി ഉറങ്ങുന്നത് കൊണ്ടാവാം തെരുവുകൾ ഉണർന്നു തുടങ്ങുന്നേയുള്ളൂ. നോട്രെ ഡേം ഡസ് ഏഞ്ചസ്. ഫ്രഞ്ച് അറിയുന്നവർ എന്നോട് ക്ഷമിക്കട്ടെ. എന്ന് ഫ്രഞ്ചുകാരും വൈറ്റ് ചാപ്പൽ എന്ന് മറ്റുള്ളവരും കാപ്സ് കോയിൽ എന്ന് തമിഴ്നാട്ടുകാരും വിളിക്കുന്ന ഈ ചർച്ച് തുടങ്ങിയത് കപ്പൂച്ചിൻ പാതിരിമാരാണ്. അതുകൊണ്ടാണ് കാപ്സ് കോയിൽ എന്ന് ഇതിന് പേരുണ്ടായത്. 1885 ലൂയിസ് ഗരെ എന്ന ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ചാപ്പൽ ഗ്രീക്ക് റോമൻ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രഞ്ച്, തമിഴ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ 3 ഭാഷകളിൽ സർവീസ് നടത്തുന്ന പോണ്ടിച്ചേരിയിലെ ഏക പള്ളി ഇതാണത്രേ. ഇത് റോമൻ കാത്തലിക് ചർച്ചാണ്. വൈറ്റ് ടൗണിലെ ഡൂമാസ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഡൂമാസ് ചർച്ച് എന്നും പേര് വിളിക്കാറുണ്ട്. ചർച്ചിൻ്റെ ഉൾവശം അതിമനോഹരമാണ്.
ആ ഗ്രീക്ക് റോമൻ നിർമ്മാണ ശൈലിയുടെ മനോഹാരിത മുഴുവൻ ഇതിനകത്തു കാണാം. നെപ്പോളിയൻ സമ്മാനിച്ച ഒരു പെയിൻറ്റിങ്ങും ഇതിനകത്തുണ്ടത്രേ. ഈ ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻസ് ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് പോണ്ടിച്ചേരിയിലാണ്. 1632 2 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വിടം വിട്ടു പോകേണ്ടി വന്നു. പിന്നീട് 1673 അന്നത്തെ ആധുനിക രീതിയിൽ പോണ്ടിച്ചേരി പട്ടണം രൂപം പെട്ടപ്പോൾ അവിടെയുള്ള ഫ്രഞ്ചുകാർക്ക് മതബോധനത്തിനും തമിഴരെ മതം മാറ്റാനും വേണ്ടി ഇവരെ മദ്രാസിൽ നിന്ന് തിരികെ ക്ഷണിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ ക്രിസ്ത്യാനികളല്ലാത്ത എൻ്റെ പ്രേക്ഷകർക്ക് 2 സംശയം സ്വാഭാവികമായും വന്നിട്ടുണ്ടാകും. ആരാണ് കപ്പൂച്ചിൻ പുരോഹിതർ? എന്താണ് അവർ ലേഡി ഓഫ് ഏഞ്ചൽസ്? സമയപരിധി ഉള്ളതുകൊണ്ട് വളരെ ബ്രീഫായി പറയാം. കത്തോലിക്ക സഭയിൽ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി 1250 കൃത്യമായും കണിശമായും ക്രിസ്തീയ നിയമങ്ങൾ പാലിക്കുവാൻ കൊണ്ടുവന്ന ഓർഡർ നടപ്പിലാക്കാൻ 1525 രൂപീകൃതമായതാണ് ഓർഡർ ഓഫ് ഫ്രയാർസ് മൈനർ കപ്പൂച്ചി. കൂടുതൽ വിവരം വേണ്ടവർക്ക് ofmcap.org എന്ന അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി ലേഡി ഓഫ് ഏഞ്ചൽസ് എന്താണ്? മേരി മാതാവിൻ്റെ ജീവിതത്തിലുടനീളം വിശുദ്ധ മാലാഖമാരുടെ സാന്നിധ്യം പ്രകടമാണല്ലോ. സ്വർഗാരോഹണ ശേഷം തൻ്റെ പുത്രൻ രാജാവായ സ്വർഗത്തിൽ രാജമാതാവായി വാഴുന്ന മേരി മാലാഖമാരുടെ രാജ്ഞിയായി അവരോധിക്കപ്പെടും എന്ന വിശ്വാസമുണ്ട്. അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് എന്ന സംജ്ഞയ്ക്ക് പുറകിൽ അതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ക്യൂൻ ഓഫ് ഏജൻസിൻ്റെയോ അവർ ലേഡി ഓഫ് ഏഞ്ചലിൻ്റെയോ വെബ്സൈറ്റുകൾ തിരയുക. ഇതാണ് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ. 1-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട ഇന്തോ ഫ്രഞ്ചുകാരുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണിത്. നമ്മളങ്ങനെ നടന്ന് പ്രൊമനേഡ് ബീച്ചിൻ്റെ ഇങ്ങേയറ്റത്തെത്തി. റോക്ക് ബീച്ചിനെക്കാട്ടിലും കുറച്ചുകൂടി മനോഹരമാണ് ഇവിടം. പോണ്ടിച്ചേരിയിലെ ഓൾഡ് ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. ട്രിബ്യൂട്ട് വാൾ ഫോർ ഫ്രീഡം ഫൈറ്റേഴ്സ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്ത ഫ്രീഡം ഫൈറ്റേഴ്സിനൊരു ട്രിബ്യൂട്ടായിട്ട് പണിത ഒരു വാളാണിത്. ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതുപോലുള്ള ട്രിബ്യൂട്ട് വാളുണ്ട്. ആദ്യമായിട്ട് ഒരു ട്രിബ്യൂട്ട് വാൾ പണിതത് പോണ്ടിച്ചേരിയിൽ ആണെന്ന് പറയപ്പെടുന്നു. പോണ്ടിച്ചേരിയിൽ പക്ഷെ ഫ്രഞ്ചുകാരായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. പോണ്ടിച്ചേരി മ്യൂസിയം. പോണ്ടിച്ചേരിയിലെ പ്രസിദ്ധമായ മ്യൂസിയമാണിത്. മറ്റ് പല മ്യൂസിയത്തെയും പോലെ തന്നെ ഇതിനകത്തും ക്യാമറ ഉപയോഗിക്കാനോ വീഡിയോ പകർത്താനോ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപാട് ആർട്ടിഫാക്ട്സിൻ്റെ വൻ കളക്ഷൻ ഈ മ്യൂസിയത്തിനകത്തുണ്ട്. അതിൽ പ്രധാനമെന്ന് എനിക്ക് തോന്നിയത് അരിക്കമേട് എന്ന സ്ഥലത്ത് ഖനനം ചെയ്തപ്പോൾ കിട്ടിയ പുരാതന ഗ്രീക്കുമായി ക്രിസ്തുവിനും ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളുടെ തെളിവുകളാണ്. എന്തായാലും വലിയൊരു മ്യൂസിയം ആണെങ്കിലും പ്രദർശനവും വിവരണവും വേണ്ടത്ര നിലവാരമില്ല എന്ന് പറയാതെ വയ്യ. പുറത്തുള്ള ഈ പ്രതിമകൾ പലതും ചോള പീരീഡിലുള്ളവയാണ്. സെൻറ്റ് ലൂയിസ് സ്ട്രീറ്റിലെ
കൊളോണിയൽ ആർക്കിടെക്ചറുള്ള ഈ കെട്ടിടം 1788 നിർമ്മിച്ചതാണ്. ഇത് മുൻകാലത്ത് കോടതിയായി പ്രവർത്തിച്ചിരുന്നതാണ്. $20 മില്യൺ വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ ഫോസിലും ഇവിടെയുണ്ട്. ഭാരതി ഗവൺമെൻറ് പാർക്ക് എന്ന മനോഹരമായ ഒരു പാർക്കും ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ ഓറോവില്ലെത്തി. ഓറോവിൽ എന്ന വാക്കിനർത്ഥം പുലരിയുടെ നഗരം, ദ സിറ്റി ഓഫ് ഡോൺ എന്നാണ്. 1968 അമ്മ എന്ന് വിളിക്കുന്ന അരവിന്ദോ ശിഷ്യയായ മിറ അൽഫാസ അവരുടെ നിർദ്ദേശപ്രകാരം ആർക്കിടെക്റ്റായ റോഗർ ആങ്കർ രൂപകൽപ്പന ചെയ്തതാണ് ഈ പട്ടണം. ഇതൊരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ്. പുറത്ത് ഒരു ഷോപ്പിംഗ് സെൻറ്ററും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇവർ നടത്തുന്നതും ഇവിടെ ലോക്കലായി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുമൊക്കെ ആയിട്ടുള്ളതാണ്. നല്ല വിലയാണ്. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലും പോണ്ടിച്ചേരിയിലുമായി 200 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് വിവിധ രാജ്യങ്ങളിലെ 5000-ഓളം ജനങ്ങൾ ജാതി മത രാഷ്ട്രബോധമില്ലാതെ ഒന്നിച്ച് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയായി കഴിയുന്നത്. നമ്മൾ മാതൃമന്ദിർ കാണാനുള്ള യാത്രയിലാണ്. കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. മുൻപ് സൈക്കിളുകൾ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ താമസിച്ചാൽ മാത്രമേ സൈക്കിളുകൾ കിട്ടൂ എന്ന് തോന്നുന്നു. നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന ദിവസം മാതൃമന്ദിറിൽ പ്രവേശനമില്ല. ദൂരെ നിന്ന് ഒന്ന് കാണാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതിനാണ് ഈ യാത്ര. ബസ്സുകളുണ്ട്, പക്ഷേ അത് പലപ്പോഴും പ്രായം കൂടുതലുള്ളവർക്കായി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രായമായി എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നടപ്പ് തന്നെ ശരണം. ഇതിനകത്തൊരു കലാകേന്ദ്ര ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ അവിടെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഫംഗ്ഷനുകളുടെ പോസ്റ്ററുകളാണ് ഈ വശങ്ങളിൽ കാണുന്നത്. പുകവലിക്കരുത്, മദ്യപിക്കരുത്, ഉറങ്ങരുത്, ഡ്രോൺ പറത്തരുത് തുടങ്ങി കുറേ നിർദ്ദേശങ്ങളും ഇവിടെയുണ്ട്. ശിഖരങ്ങളിൽ നിന്ന് തൂങ്ങിയിറങ്ങിയ വേരുകളെല്ലാം താങ്ങായി മാറിയ ഒരു വൻമരം ഇവിടെയുണ്ട്. അതിൻ്റെ തണലിൽ എല്ലാവരും വിശ്രമിക്കാനിരുന്നു.
മറ്റൊരു ചെറിയ വിശ്രമ കേന്ദ്രം. ഓറോവില്ലിൻ്റെ കേന്ദ്രഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് മാതൃമന്ദിർ. മാതാവിൻ്റെ ക്ഷേത്രം എന്നാണ് മാതൃമന്ദിറിൻ്റെ അർത്ഥം. ഓറോവിൽ നഗരത്തിലെ വാസ്തുവിസ്മയം എന്നാണ് ഈ നിർവൃത്തി അറിയപ്പെടുന്നത്. സുവർണ നിറത്തിലുള്ള ഒരു ഗോളാകൃതിയാണ് മാതൃമന്ദിറിൻ്റേത്. 1971 ഫെബ്രുവരി 21 ഈ സുവർണ മന്ദിരത്തിന് തറക്കല്ലിട്ടു. 2008 മെയ് മാസത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 37 വർഷങ്ങൾ വേണ്ടിവന്നു ഇത് പണിതു തീർക്കാൻ. 12 താങ്ങുകളുള്ള ഒരു ഗോളാകൃതിയിലുള്ള ഈ നിർമ്മിതിയെ സ്വർണ്ണവർണ്ണത്തിലുള്ള ഫലകങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശത്തെ ഇവ പ്രതിഫലിപ്പിക്കും. ഇന്നർ ചേംബർ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ധ്യാനമുറി, ഒരു മെഡിറ്റേഷൻ ഹാൾ ഉണ്ട്. അങ്ങനെ മാതൃമന്ദിറിൻ്റെ ഈ ദൂരക്കാഴ്ചയോടെ നമ്മുടെ പോണ്ടിച്ചേരി യാത്ര അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റ് വീഡിയോകളുമായിട്ട് വരാം. ബൈ.